ഇനി സാമ്പത്തികം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര അധ്വാനിച്ചാലും കയ്യിൽ പണം നിൽക്കാത്ത ഒരു സാഹചര്യം അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. ഒരു 10,000 രൂപ ഒരാളെ കയ്യിലുണ്ട്, ഒരു വീട്ടിലുണ്ട്, അതൊരു ആവശ്യമില്ലാതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ അതിലേക്ക് ഒരു 1000 രൂപ കൂടി ആഡ് ചെയ്തിട്ട് ചെലവാക്കേണ്ട സിറ്റുവേഷൻ. പണം കയ്യിൽ നിന്നും നിൽക്കാതെ ചോർന്നുകൊണ്ടേയിരിക്കുക. നോ സേവിങ്സ്. ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി ഉണ്ട്. ഓ അധ്വാനിക്കുണ്ടോ? ഓ അധ്വാനിക്കുന്നുണ്ട്. ഓക്കെ. ഓനക്ക് സാലറി ഉണ്ടോ? ഓ നല്ല സാലറി ഉണ്ട്. ഓക്കെ. ഓനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ബാധ്യതകൾ അങ്ങനെ പറയാനൊക്കത്തെ ബാധ്യതയൊന്നുമില്ല, എന്നാലും അൽഹംദുലില്ലാഹ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ. ഓനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ബാലൻസ് ഏകദേശം എത്ര റുപ്യ ബാങ്ക് ബാലൻസ് ഉണ്ടാവും? ഓൻ അത്യാവശ്യം എടുത്തേക്കാൻ കിട്ടിയിട്ടുണ്ടാവും, കാരണം അങ്ങനെയാണ് ഓൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ. നമുക്ക് ഓനോട് ചോദിച്ചു നോക്കാം, എന്താ എൻ്റെ അവസ്ഥ? എൻ്റെ കയ്യിലൊന്നുമില്ല. എന്താ ചിലവ്? ഇതിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും, പടച്ചോനെ ഞാൻ ഇത്ര സമ്പാദിച്ചിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ലേ? ഒരു മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇത്രയൊക്കെ പൈസൻ്റെ അടുത്ത് ചിലവായോ? അല്ലെങ്കിൽ ഈ പൈസ ഒക്കെ ഞാൻ എന്തേ കാണിച്ചു കൂട്ടിയത്? ഇത് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് സാധാരണ നടക്കുന്നതാണ്. നമുക്കും ചിലവുണ്ട്, നിനക്കും എല്ലാവർക്കും ഉണ്ട്, സ്വാഭാവികമായിട്ട് ചിലവ്. പക്ഷേ മരണം വരെ ഇതേ കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുക. അധ്വാനിച്ചിട്ട് ഒന്നും കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ കടത്തിൽ മുങ്ങി ദാരിദ്ര്യത്തിൽ ഇങ്ങനെ കിടന്ന് മുങ്ങി കുളിക്കുക. ഇങ്ങനെ സാമ്പത്തികമായിട്ടൊരു മനുഷ്യൻ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക്, സംശയിക്കേണ്ട എന്തോ ഒരു ബുദ്ധിമുട്ട് അവനിലുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, അതായത് സാമ്പത്തികമായിട്ട് എല്ലാം ഉള്ളവരാണ് അവർ പുറത്ത്, പക്ഷേ അവരുടെ പല പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് സഹായിക്കേണ്ട സിറ്റുവേഷനിലായിരിക്കും അവരുടെ കാര്യങ്ങൾ. പുറമെ കാണുമ്പോൾ അവർ നല്ല ബെറ്ററാണ്, ഒരു കുഴപ്പമില്ല, സാമ്പത്തികം ഉള്ളവരാണ്, സമൂഹത്തിൽ അത്രയും ടോപ്പാണ്. പക്ഷെ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ വല്ലാത്ത പരാജയത്തിലാണ്. എന്നിട്ട് ആ ഒരു ലൈഫ് താരതമ്യം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരങ്ങനെ നടക്കുക. ഇല്ലായ്മ അറിയിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി അവര് കടം മേടിച്ച് പിടിച്ചു നിൽക്കുന്ന ആളുകളെ എനിക്കറിയാം. സാമ്പത്തികമായി തകർന്നു പോയവരാണ് അവരൊക്കെ. ഒരുപാട് സ്വത്തുണ്ടായിട്ടെല്ലാം നശിച്ചതാണ്. ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു നെഗറ്റീവ് ബുദ്ധിമുട്ട് അവർക്കുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെ വിശ്വാസികൾക്ക് മാത്രം, സാധാരണ നോർമലി അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടല്ല ഞാൻ പറയുന്നത്. ഇത് വന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്.